നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്കും അഭിമാനമായിട്ടായിരുന്നു സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റത്. സഹതാരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സ്റ്റാഫിൽ അംഗമായതിന്റെ സന്തോഷത്തിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ സിനോജ്. കാരണം മറ്റൊന്നുമല്ല, 18 വർഷമായി സുരേഷ് ഗോപിക്കൊപ്പം മേക്കപ്പ് മാനായും സഹായിയായും പ്രവർത്തിക്കുന്ന ആളാണ് സിനോജ്. ചേട്ടൻ കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും ഞാനാകും. 18 വർഷമായി അദ്ദേഹം പറയുന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യുന്നതും അങ്ങനെ തന്നെ. രാജ്യസഭാ അംഗമായപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റാഫായിരുന്നു. 1 വർഷത്തോളം സ്റ്റാഫായി ശമ്പളം മേടിച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടന്റെ മേക്കപ്പ് അസിസ്റ്റന്റായാണ് ആദ്യം കൂടെ കൂടുന്നത്. അപ്രതീക്ഷിതമായാണ് മേക്കപ്പ് മാനായി എന്നെ അദ്ദേഹം പരിഗണിക്കുന്നത്. ആദ്യം മേക്കപ്പ് ഇട്ടപ്പോൾ ചെറിയ വിറയലൊക്കെ ഉണ്ടായിരുന്നു. അത് പേടി കൊണ്ടാണെന്ന് സുരേഷ് ഏട്ടനും അറിയാമായിരുന്നു. ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ അടുത്ത പടത്തിൽ എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അന്ന് തൊട്ട് ഇപ്പോൾ വരെ സുരേഷ് ഏട്ടനൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു സിനോജ്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചത് സുരേഷ് ഗോപിയുടെ പ്രത്യേക രീതിയിലുള്ള വെളുത്ത താടിയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയത്ത് എന്തിനാ ഇങ്ങനെ ഒരു താടി വെച്ചതെന്ന് ആരാധകരുൾപ്പെടെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നിലെ രഹസ്യം എന്താണെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തുകയും ചെയ്തില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം കഥാകൃത്ത് ടി പത്മനാഭന്റെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം ആ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ പത്മനാഭ സ്വാമിയുടെ വേഷത്തിന് വേണ്ടിയാണ് താടി വളർത്തുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹത്തോട് പറഞ്ഞത്. വൈപ്പ് താടി ശരിയാവാത്തത് കൊണ്ടാണ് താടി വളർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിയായ ശേഷം കണ്ണൂർ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ടി പത്മനാഭനെ കാണാൻ എത്തിയത്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കവിത ചൊല്ലിക്കൊണ്ടായിരുന്നു പത്മനാഭൻ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. കുവൈറ്റിൽ മരണപ്പെട്ട എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനായിരുന്നു നടൻ എത്തിയത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.